ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ 16-17 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി വരുന്ന CPO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഈ ഒരു എക്സാമിലെ ഇമ്പോർട്ടന്റ് പാർട്ടായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് കോഴ്സ് ടാലന്റ് അക്കാദമി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ റെക്കോർഡ് കോഴ്സിലൂടെ നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഫുൾ ക്ലാസ്സുകളും അതേപോലെ തന്നെ നോട്ടുകളും ലഭ്യമാവുന്നതാണ്. കോഴ്സിന്റെ പ്രൈസ് വരുന്നത് 899 രൂപയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ 399 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉടൻ തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനി ഒരു CPO എക്സാമിന് കംപ്ലീറ്റ് സിലബസ് കവറേജ് കിട്ടുവാൻ വേണ്ടിയിട്ട് ടാലന്റ് അക്കാദമിയുടെ റാങ്ക് ഫെയറുകൾ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റാങ്ക് ഫെയറിലൂടെ നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കും അതേപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി സിലബസിന്റെ ഫുൾ സിലബസ് നമുക്ക് കിട്ടുന്നതാണ്. 3 വോളങ്ങളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിൽ വരുന്നത്. USCRT NCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങൾക്ക് ഈ ബുക്കുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ബുക്കുകൾ വാങ്ങി നല്ല രീതിയിൽ പഠിക്കുക. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. 2026 മാർച്ചിലെ ICC പുരുഷ പ്ലെയർ ഓഫ് ദി മന്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, സഞ്ജു സാംസൺ ആണ്. ആരാണ്? സഞ്ജു സാംസൺ ആണ്. എന്താണ് 2026 മാർച്ചിലെ ICC മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആരാണ്? സഞ്ജു സാംസൺ ആണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാവുന്നതാണ് 2026 നടന്നിട്ടുണ്ടായിരുന്ന ICC പുരുഷ T20. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിനോട് ആസ്പദമാക്കി തന്നെ എന്താണ് ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുകയാണ്. അതായത് എന്താണ് 2026 മാർച്ചിലെ ICC പുരുഷ പ്ലെയർ ഓഫ് ദി മന്ത് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആരാണ്? സഞ്ജു സാംസൺ ആണ്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് മറ്റൊരു അവാർഡാണ്. എന്താണെന്ന് ഓർത്തു വെക്കുക, വിസ്ഡൺ അവാർഡുകളാണ്. 2026 വിസ്ഡൺ അവാർഡുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്ന കാറ്റഗറി ഇതാണ്, ലീഡിംഗ് വുമൺസ് ക്രിക്കറ്റർ ഇൻ ദി വേൾഡ്. എന്താണ് ലീഡിംഗ് വുമൺസ് ക്രിക്കറ്റർ ഇൻ ദി വേൾഡ്? അപ്പോൾ അത് ആരാണെന്ന് ഓർത്തു വെക്കുക, ദീപ്തി ശർമ്മയാണ്. ആരാണ്? ദീപ്തി ശർമ്മയാണ് ലീഡിംഗ് വുമൺസ് ക്രിക്കറ്റർ ഇൻ ദി വേൾഡ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഏത് അവാർഡാണ്? വിസ്ഡൺ അവാർഡുകളാണ്. 2026 വിസ്ഡൺ അവാർഡുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യൻ താരമായിട്ടുള്ള ദീപ്തി ശർമ്മയാണ് ലീഡിംഗ് വുമൺസ് ക്രിക്കറ്റർ ഇൻ ദി വേൾഡ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേപോലെ തന്നെ ലീഡിംഗ് മെൻസ് ക്രിക്കറ്റർ ഇൻ ദി വേൾഡ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മിച്ചൽ സ്റ്റാർക്ക് ആണ്. ആരാണ്? മിച്ചൽ സ്റ്റാർക്ക് ആണ് ഈ ഒരു കാറ്റഗറിയിൽ അവാർഡ് നേടുന്നത്. എന്താണ് ലീഡിംഗ് മെൻസ് ക്രിക്കറ്റർ ഇൻ ദി വേൾഡ്? അദ്ദേഹം എന്താണ് ഓസ്ട്രേലിയൻ താരമാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ് ലീഡിംഗ് മെൻസ് ക്രിക്കറ്റർ ഇൻ ദി വേൾഡ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മിച്ചൽ സ്റ്റാർക്ക് ആണ്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് 5 ക്രിക്കറ്റേഴ്സ് ഓഫ് ദി ഇയർ, അതായത് ക്രിക്കറ്റേഴ്സ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 5 താരങ്ങൾ ആരൊക്കെയെന്നാണ്. അപ്പോൾ ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ 4 താരങ്ങളും എന്താണ് ഇന്ത്യൻ താരങ്ങളാണ്. ഓർത്തു വെക്കുക, 4 താരങ്ങളും എന്താണ് ഇന്ത്യൻ താരങ്ങളാണ്. ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ശുഭ്മാൻ ഗില്ല്, രവീന്ദ്ര ജഡേജ, ഋഷഭ് പന്ത്, അതേപോലെ മുഹമ്മദ് സിറാജ് എന്നീ ഇന്ത്യൻ താരങ്ങളും അതേപോലെ ഹസീബ് ഹമീദും ഉണ്ട്. ആരാണ്? ഹസീബ് ഹമീദും ഉണ്ട്. അപ്പോൾ അദ്ദേഹം എന്താണ് ഇംഗ്ലണ്ട് താരമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് 4 ഇന്ത്യൻ താരങ്ങൾക്കും അതേപോലെ ഒരു ഇംഗ്ലണ്ട് താരത്തിനുമാണ് എന്താണ് ഇംഗ്ലണ്ട് താരവുമാണ് ഈ ഒരു ക്രിക്കറ്റേഴ്സ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന കാറ്റഗറി ലീഡിംഗ് T20 ക്രിക്കറ്റർ ഇൻ ദി വേൾഡ് ആണ്. എന്താണ് ലീഡിംഗ് T20 ക്രിക്കറ്റർ ഇൻ ദി വേൾഡ് ആണ്. അതാരാണ്? അഭിഷേക് ശർമ്മയാണ്. ഇന്ത്യൻ താരമായിട്ടുള്ള അഭിഷേക് ശർമ്മയ്ക്കാണ് ഈ ഒരു കാറ്റഗറിയിൽ പുരസ്കാരം ലഭിക്കുന്നത്. എന്താണ് ലീഡിംഗ് T20 ക്രിക്കറ്റർ ഇൻ ദി വേൾഡ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 2026 വിസ്ഡൺ അവാർഡുകളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ ഒരു അവാർഡിലെ മേജർ കാറ്റഗറീസും എന്താണ് ഇന്ത്യൻ താരങ്ങളാണ് കൊണ്ടുപോയിരിക്കുന്നത്. കൂടുതലും ഇന്ത്യൻ താരങ്ങൾക്കാണ് ഈ ഒരു അവാർഡിൽ എന്താണ് ഈ ഒരു കാറ്റഗറിയിൽ മേജർ കാറ്റഗറികളിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ആദ്യം നമ്മൾ നോക്കിയത് എന്താണ് ലീഡിംഗ് വുമൺസ് ക്രിക്കറ്റർ ഇൻ ദി വേൾഡ് ആണ്. അത് കിട്ടിയത് ദീപ്തി ശർമ്മയ്ക്കാണ്. അതേപോലെ ലീഡിംഗ് മെൻസ് ക്രിക്കറ്റർ ഇൻ ദി വേൾഡ് ലഭിച്ചത് മിച്ചൽ സ്റ്റാർക്കിനാണ്. ഇനി അതേപോലെ 5 ക്രിക്കറ്റേഴ്സ് ഓഫ് ദി ഇയർ നമ്മൾ നോക്കി. അതിൽ 4 പേർ എന്താണ് ഇന്ത്യക്കാരാണെന്ന് ഓർത്ത് വെക്കുക. ലീഡിംഗ് T20 ക്രിക്കറ്റർ ഇൻ ദി വേൾഡ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അഭിഷേക് ശർമ്മയാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് മറ്റൊരു അവാർഡാണ്. 2026 മച്ച്ലി നാഷണൽ അവാർഡ് നേടിയത് ആരെന്നാണ്. ഓർത്തു വെക്കാം, അനിത ചൗധരിയാണ്. ആരാണ്? അനിത ചൗധരിക്കാണ് ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. എന്നാണ് 2026 മച്ച്ലി നാഷണൽ അവാർഡാണ്. അപ്പോൾ ഈ ഒരു അവാർഡിന് അർഹയായിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക, അനിത ചൗധരിയാണ്. വന്യജീവി സംരക്ഷണത്തിനും അവരുടെ രക്ഷാപ്രവർത്തനങ്ങൾക്കും വേണ്ടി നൽകിയിട്ടുള്ള സംഭാവനകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു അനിത ചൗധരിക്കാണ് കിട്ടിയത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. രാജസ്ഥാനിലെ ഷേർഗഡ് വന്യജീവി സങ്കേതത്തിലെ ഫോറസ്റ്റ് ഓഫീസറാണ്. ആരാണ്? അനിത ചൗധരി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ 2026 മച്ച്ലി നാഷണൽ അവാർഡ് നേടിയിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക, അനിത ചൗധരിയാണ്.
ഇനി ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണെന്ന് ഓർത്ത് വെക്കുക, സാമ്രാട്ട് ചൗധരിയാണ്. ആരാണ്? സാമ്രാട്ട് ചൗധരിയാണ് ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ബീഹാറിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഒരു ഡൗട്ടും ഇല്ല, നിതീഷ് കുമാർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം എന്താണ് ഇപ്പോഴെന്താ രാജ്യസഭ MP ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ രാജ്യസഭാ അംഗമായി മാറിയതിനു ശേഷം അവിടെ വന്നിരിക്കുന്ന പുതിയ മുഖ്യമന്ത്രി ആരാണെന്ന് ഓർത്ത് വെക്കുക, സാമ്രാട്ട് ചൗധരിയാണ് ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് വന്നിരിക്കുന്നത്. ഇനി ബീഹാറിന്റെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയാണ് സാമ്രാട്ട് ചൗധരി എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ 2026 ഏപ്രിൽ എന്താണ് ബീഹാറിന് പുതിയ മുഖ്യമന്ത്രി വന്നിരിക്കുകയാണ്. അതാരാണ്? സാമ്രാട്ട് ചൗധരിയാണ്. ഇനി നേരത്തെ ഉണ്ടായിരുന്നത് നിതീഷ് കുമാർ ആണ്. അദ്ദേഹം വളരെയധികം കാലം എന്താണ് ഈ ഒരു ബീഹാറിന്റെ മുഖ്യമന്ത്രി പദവി വഹിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്താ രാജ്യസഭ അംഗമായതിനു ശേഷമാണ് സാമ്രാട്ട് ചൗധരി എന്താ ബീഹാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. ഇനി ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പദ്ധതി ഇതാണ്, ന്യൂമോകോക്കൽ വാക്സിനേഷൻ പദ്ധതി. എന്താണ്? ന്യൂമോകോക്കൽ വാക്സിനേഷൻ പദ്ധതിയാണ്. അപ്പോൾ വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണിത്. ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതിനായിട്ട് കേരള സർക്കാരുമായിട്ട് സഹകരിക്കുന്ന സംഘടന, അന്താരാഷ്ട്ര സംഘടന ഏതെന്നാണ് നമ്മൾ നോക്കുന്നത്. ലോകാരോഗ്യ സംഘടനയാണ്. അപ്പോൾ എന്താണ്? ലോകാരോഗ്യ സംഘടനയ്ക്ക് കീഴിൽ എന്താണ് കേരളത്തിൽ വരാൻ പോകുന്ന ഒരു പദ്ധതിയാണിത്. പദ്ധതി ഏതാണെന്ന് ഓർത്ത് വെക്കുക, ന്യൂമോകോക്കൽ വാക്സിനേഷൻ പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് പറഞ്ഞു? വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ലോകാരോഗ്യ സംഘടന തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ ഒരു പദ്ധതിയെ പറ്റി പഠിക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് അവ ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്യുക. കേരളം, പഞ്ചാബ്, ഡൽഹി, ഗോവ എന്നിവയാണ് അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ കേരളത്തിൽ എന്താണ് ഈ ഒരു പദ്ധതിയുമായിട്ട് സഹകരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണെന്ന് ഓർത്ത് വെക്കുക, ലോകാരോഗ്യ സംഘടനയാണ്. പദ്ധതി ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, എന്താണ്? ന്യൂമോകോക്കൽ വാക്സിനേഷൻ പദ്ധതിയാണ്. വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണിത്. അപ്പോൾ ഈ ഒരു പദ്ധതിയിലൂടെ എന്താ വയോജനങ്ങൾക്ക് ഒരു വാക്സിനേഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് പദ്ധതി ഇടുന്നത്. അപ്പോൾ ഇതിലൂടെ അവരുടെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, ഇന്ത്യയിൽ ആദ്യമായി ക്വാണ്ടം എക്കോ സിസ്റ്റം റോഡ് മാപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതെന്നാണ് ഓർത്ത് വെക്കാം, കർണാടകയാണ്. കർണാടകയാണ് എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്വാണ്ടം എക്കോ സിസ്റ്റം റോഡ് മാപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് ലോക ക്വാണ്ടം ദിനത്തോടനുബന്ധിച്ചിട്ടാണ് ഈ ഒരു എന്താ കാര്യം പുറത്തിറക്കിയത്, ഈ ഒരു റോഡ് മാപ്പ് പുറത്തിറക്കിയത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്നാണ് എന്താ ലോക ക്വാണ്ടം ദിനം എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഏപ്രിൽ 14 ഏപ്രിൽ 14 എന്താണ് ഏപ്രിൽ 14 എന്താണ് ലോക ക്വാണ്ടം ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഈ ഒരു ക്വാണ്ടം എക്കോസിസ്റ്റം റോഡ് മാപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. കർണാടകയിലെ ബാംഗ്ലൂരുവിലെ ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയത്തിലാണ് ഈ ഒരു ഉദ്ഘാടനം, ഇതിന്റെ ആദ്യഘട്ട ഫേസ് എന്താണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ക്വാണ്ടം എക്കോസിസ്റ്റം റോഡ് മാപ്പ് ഒരു സംസ്ഥാനം പുറത്തിറക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇതിൽ നിന്ന് PSC ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത ഉള്ള പോയിന്റ് ആണ്. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സാമ്പത്തിക ഇടനാഴി ഏതെന്നാണ് ഓർത്തു വെക്കുക, ഡൽഹി ഡെറാഡൂൺ സാമ്പത്തിക ഇടനാഴിയാണ്. എന്താണ്? ഡൽഹി ഡെറാഡൂൺ സാമ്പത്തിക ഇടനാഴിയാണ്. എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 2026 ഏപ്രിൽ 14 ഏപ്രിൽ 14 എന്താ നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇനി എവിടെയാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ഓർത്തു വെക്കുക, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് ഈ ഒരു സാമ്പത്തിക ഇടനാഴി ഉദ്ഘാടനം ചെയ്തത്. 2026 ഏപ്രിൽ 14 ഉദ്ഘാടനം ചെയ്തത്. ഇതിന്റെ നീളം കൂടി ഒന്ന് ഓർത്തു വെക്കുക, 213 കിലോമീറ്റർ ആണ്. എത്രയാണ്? 213 കിലോമീറ്റർ ആണ് ഈ ഒരു ഡൽഹി ഡെറാഡൂൺ സാമ്പത്തിക ഇടനാഴിയുടെ നീളം വരുന്നത്. എവിടെയാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് പറഞ്ഞു. ഇനി ഇത് ഡൽഹി മുതൽ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി ഈ ഒരു സാമ്പത്തിക ഇടനാഴിയിൽ 3 റെയിൽവേ പാതകളും അതേപോലെ തന്നെ പ്രധാന പാലങ്ങളും 4 പ്രധാന പാലങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതിന്റെ ദൂരം എത്രയാണ്, ദൈർഘ്യം എത്രയാണ് നമ്മൾ പറഞ്ഞു. എന്താണ്? ആകെ 213 കിലോമീറ്റർ ആണ് ഈ ഒരു സാമ്പത്തിക ഇടനാഴി, ഡൽഹി ഡെറാഡൂൺ സാമ്പത്തിക ഇടനാഴി വരുന്നത്. ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എലിവേറ്റഡ് വൈൽഡ് ലൈഫ് കോറിഡോർ. അപ്പോൾ ഇതിന്റെ നീളം വരുന്നത് 12 കിലോമീറ്റർ ആണ്. 12 കിലോമീറ്റർ ഉള്ള എലിവേറ്റഡ് വൈൽഡ് ലൈഫ് കോറിഡോറും ഈ ഒരു ഡൽഹി ഡെറാഡൂൺ സാമ്പത്തിക ഇടനാഴിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ നീളം നമ്മൾ പറഞ്ഞു 12 കിലോമീറ്റർ ആണെന്ന്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ഏഷ്യയിൽ തന്നെ ഏറ്റവും നീളമേറിയ എലിവേറ്റഡ് വൈൽഡ് ലൈഫ് കോറിഡോർ ആണ് വന്നിരിക്കുന്നത്. എന്താണ്? ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയിട്ടുള്ള എലിവേറ്റഡ് വൈൽഡ് ലൈഫ് കോറിഡോർ ആണിത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതുമാത്രമല്ല ഇത് കടന്നു പോകുന്ന ഒരു മേഖല കൂടി ഒന്ന് നോട്ട് ചെയ്യുക. രാജാജി നാഷണൽ പാർക്ക് മേഖലയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ രാജാജി നാഷണൽ പാർക്ക് മേഖലയിലൂടെ കടന്നു പോകുന്ന 12 കിലോമീറ്റർ നീളമുള്ള ഈ ഒരു എലിവേറ്റഡ് വൈൽഡ് ലൈഫ് കോറിഡോർ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. എന്താണ്? വൈൽഡ് ലൈഫ് എന്നതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത? മൃഗങ്ങളും അതേപോലെ മനുഷ്യരും തമ്മിലുള്ള സംഘർഷാവസ്ഥയൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് വന്യജീവികൾക്ക് സുഗമമായിട്ട് യാത്രാ സൗകര്യം ഒരുക്കുന്നതിന്, കടന്നുപോക്ക് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എലിവേറ്റഡ് വൈൽഡ് ലൈഫ് കോറിഡോർ നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ ദൂരം 12 കിലോമീറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു ഡൽഹി ഡെറാഡൂൺ സാമ്പത്തിക ഇടനാഴിയുടെ ദൂരം എത്രയാണ്? 213 കിലോമീറ്റർ ആണ്. എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 2026 ഏപ്രിൽ 14 ഉദ്ഘാടനം ചെയ്തത്. ഡെറാഡൂണിൽ വെച്ചിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് നാരി ശക്തി വന്ദൻ റണ്ണുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. എന്താണ്? നാരി ശക്തി വന്ദൻ റണ്ണുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം നടപ്പിലാക്കുന്നത്? സ്ത്രീകൾ നയിക്കുന്ന വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇനി ഇത് സംഘടിപ്പിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക. യുവജനകാര്യ കായിക മന്ത്രാലയമാണ് ഇന്ത്യയിൽ ഈ ഒരു കാര്യം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലാണ് നാരി ശക്തി വന്ദൻ റൺ സംഘടിപ്പിക്കുന്നത്. ഏതൊക്കെയാണ് നഗരങ്ങൾ എന്ന് ഓർത്തു വെക്കുക. പട്ന, ജയ്പൂർ, ഡൽഹി, കട്ടക്, മുംബൈ, ഇൻഡോർ, ബംഗളൂരു എന്നീ നഗരങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഒരു നാരി ശക്തി വന്ദൻ റൺ സംഘടിപ്പിക്കുന്നത്. ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. സ്ത്രീകൾ നയിക്കുന്ന വികസനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അടുത്തതൊരു രാജസ്ഥാനിലെ പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പദ്ധതി ഇതാണ്, സാർത്ഥക് നാം അഭിയാൻ. എന്താണ്? സാർത്ഥക് നാം അഭിയാൻ എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണെന്ന് ഓർത്തു വെക്കുക. രാജസ്ഥാനാണ്. ഇനി എന്താണ് ഈ പദ്ധതി? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ അസാധാരണമോ അപമാനകരമോ ആയിട്ടുള്ള പേരുകൾ മാറ്റാൻ അനുവദിക്കുന്ന ഒരു പദ്ധതിയാണെന്നാണ് സാർത്ഥക് നാം അഭിയാൻ പദ്ധതി. അപ്പോൾ ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ പേര് അവർക്ക് ഒരു അർത്ഥവത്തായതല്ല അല്ലെങ്കിൽ അപമാനകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ആ പേര് മാറ്റാൻ സാധിക്കുന്നതാണ്. അതിലൂടെ പേര് മാറ്റുന്നതിലൂടെ അവർക്ക് അർത്ഥവത്തായിട്ടുള്ള പേരുകൾ നൽകാവുന്നതാണ്, പുതിയ പേരുകൾ നൽകാവുന്നതാണ്. ഇത്തരത്തിലൊരു പദ്ധതിയാണെന്നാണ് സാർത്ഥക് നാം അഭിയാൻ എന്നുള്ള പദ്ധതി ആരംഭിച്ചിരിക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിന്, വ്യക്തിത്വം രൂപപ്പെടുന്നതിന് അവരുടെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് രാജസ്ഥാൻ സർക്കാർ ഇതിലൂടെ എടുത്തു കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു പദ്ധതി, അതായത് സാർത്ഥക് നാം അഭിയാൻ എന്നുള്ള പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് യോഗ്യത നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ താരം ആരെന്നാണ് ഓർത്തു വെക്കുക. ആർ വൈശാലിയാണ്. ആരാണ്? ആർ വൈശാലിയാണ്. എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് യോഗ്യത നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ താരമാണ്. ആരാണ്? ആർ വൈശാലി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ താരം ആരാണ്? ആദ്യത്തെ വനിതാ താരം ആരായിരുന്നു? അത് കൊനേരു ഹംപിയാണ്. എന്താണ്? കൊനേരു ഹംപി ആയിരുന്നു. അപ്പോൾ 2011 ഈ ഒരു യോഗ്യത നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് യോഗ്യത നേടിയ ഇന്ത്യൻ വനിതാ താരം ആരാണ്? അത് കൊനേരു ഹംപിയാണ്. അപ്പോൾ രണ്ടാമത്തെ താരമായിരിക്കുകയാണ് ആർ വൈശാലി. അപ്പോൾ ഇതിലൂടെ, അതായത് ലോക ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് യോഗ്യത നേടിയതിലൂടെ ജൂ വെഞ്ചുവിനെയാണ് നേരിടാൻ പോകുന്നത്. ഫൈനലിൽ ജൂ വെഞ്ചുവിനെയാണ് നേരിടാൻ പോകുന്നത്. ഇനി ആർ വൈശാലി ഇന്ത്യയുടെ 84ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഈ ഒരു ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന മൂന്നാമത്തെ വനിത കൂടിയാണ്. ആരാണ്? ആർ വൈശാലി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി ആർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ്. ഇനി 2023 ആർ വൈശാലിക്ക് അർജുന അവാർഡ് ലഭിച്ചത്. ഈ പോയിന്റുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൂടി ഒന്ന് പ്രത്യേകം പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത കാര്യം ഇതാണ്, ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് യോഗ്യത നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ താരമാരാണ് ആർ വൈശാലിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു, 2026 മാർച്ചിലെ ICC പുരുഷ പ്ലെയർ ഓഫ് ദി മന്ത് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നായിരുന്നു? സഞ്ജു സാംസൺ ആണ്. ഈ ഒരു മന്തിലേക്ക്, അതായത് 2026 മാർച്ചിലെ ICC മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു അവാർഡായിരുന്നു, വിസ്ഡൻ അവാർഡുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ ലീഡിംഗ് വുമൺസ് ക്രിക്കറ്റർ ഇൻ ദി വേൾഡ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ദീപ്തി ശർമ്മയായിരുന്നു. ബാക്കിയുള്ള അവാർഡുകൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അവയെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ നോക്കിയത് 2026 മച്ച്ലി നാഷണൽ അവാർഡ് നേടിയത് ആരെന്നാണ്? അനിത ചൗധരിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നാണ്. അപ്പോൾ ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് വന്നിരിക്കുന്ന ആരാണ്? സാമ്രാജ് ചൗധരിയാണ്. ഇതിനു മുമ്പ് നിതീഷ് കുമാർ ആയിരുന്നു ബീഹാറിന്റെ മുഖ്യമന്ത്രി. ശേഷം നമ്മൾ നോക്കിയത് ഒരു പദ്ധതിയായിരുന്നു. എന്താണ് പദ്ധതി? ന്യൂമോകോക്കൽ വാക്സിനേഷൻ പദ്ധതിയാണ്. അപ്പോൾ ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതിനായിട്ട് കേരള സർക്കാരുമായിട്ട് സഹകരിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്, ലോകാരോഗ്യ സംഘടനയാണ്. അപ്പോൾ വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണിത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഇന്ത്യയിൽ ആദ്യമായി ക്വാണ്ടം എക്കോസിസ്റ്റം റോഡ് മാപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതെന്നാണ്? കർണാടകയാണ്. അപ്പോൾ ലോക ക്വാണ്ടം ദിനത്തോടനുബന്ധിച്ചിട്ടാണ് ഈ ഒരു കാര്യം, അതായത് ഈ ഒരു റോഡ് മാപ്പ് പുറത്തിറക്കിയത്. അപ്പോൾ ഏത് സംസ്ഥാനമാണെന്ന് ഓർത്തു വെക്കുക, കർണാടകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സാമ്പത്തിക ഇടനാഴി ഏതെന്നാണ്? ഡൽഹി ഡെറാഡൂൺ സാമ്പത്തിക ഇടനാഴിയാണ്. എവിടെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്? ഡെറാഡൂൺ
ഡെറാഡൂണിൽ വെച്ചിട്ടാണ് 2026 ഏപ്രിൽ 14 ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിനുശേഷം നമ്മൾ നോക്കിയത് സ്ത്രീകൾ നയിക്കുന്ന വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് യുവജനകാര്യ കായിക മന്ത്രാലയം ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ നാരി ശക്തി വന്ദൻ റൺ സംഘടിപ്പിക്കും എന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇത് നടപ്പിലാക്കുന്നത്? യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലാണ് ഈ ഒരു നാരി ശക്തി വന്ദൻ റൺ സംഘടിപ്പിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു പദ്ധതിയായിരുന്നു. പദ്ധതി കൊണ്ടുവന്നിരിക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. സാർത്ഥക് നാം അഭിയാൻ എന്നുള്ള പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ അസാധാരണമോ അപമാനകരമോ ആയിട്ടുള്ള പേരുകൾ മാറ്റാൻ അനുവദിക്കുന്ന ഒരു പദ്ധതിയാണിത്. ശേഷം നമ്മൾ നോക്കിയത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് യോഗ്യത നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ താരം ആരെന്നാണ്. ആർ വൈശാലിയാണ്. ആദ്യത്തെ താരം ആരായിരുന്നു? അത് കൊനേരു ഹംപി ആയിരുന്നു. അപ്പോൾ ഓർത്തു വെക്കുക, ഈ ഒരു യോഗ്യതാ മത്സരത്തിലൂടെ ഫൈനലിലേക്ക് വന്നിരിക്കുകയാണ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് വന്നിരിക്കുകയാണ്. ഫൈനലിൽ ജുവെൻറ്റുവിനെ ആയിരിക്കും ആർ വൈശാലി നേരിടുന്നത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: അടുത്തിടെ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട രാജ്യം ഏതെന്നാണ്? ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി അമേരിക്ക. അടുത്ത ചോദ്യം ഇതാണ്: ഭാരതീയ ഭാഷാ പരീഷത്തിന്റെ യുവ പുരസ്കാരത്തിന് അർഹയായ മലയാള എഴുത്തുകാരി ആരെന്നാണ്? ജിൻഷ ഗംഗ, ആർ രാജശ്രീ, കെ ആർ മീര, അനഹാജെ. അപ്പോൾ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ദേശീയപാതയോരങ്ങളിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെ ദേശീയപാത അതോറിറ്റി ആരംഭിച്ച പുതിയ പദ്ധതി ഏതെന്നായിരുന്നു? ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആരോഗ്യ വനം എന്നുള്ള പദ്ധതിയായിരുന്നു. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യൻ സൈന്യത്തിന്റെ ബ്രഹ്മാസ്ത്ര അഭ്യാസത്തിന്റെ വേദി എവിടെയെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. പൊഖ്രാനാണ് ബ്രഹ്മാസ്ത്ര അഭ്യാസത്തിന്റെ വേദിയാവുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.